കുറച്ചു കാലമായി ഒരുപാട് പേർ കമന്റുകളായി ചോദിച്ചിരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ടോപ്പ് 10 പവർഫുൾ സൂപ്പർ സോൾജേഴ്സ് ഇൻ മാർവൽ ആൻഡ് DC. അതായത് ഒരു സിറത്തിന്റെ ഹെൽപ്പോട് കൂടി പവേഴ്സ് ലഭിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സിനെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ലൈവ് ആക്ഷനിൽ വന്നിട്ടുള്ള മാർവലും DCയിലുമുള്ള ടോപ്പ് 10 സൂപ്പർ സോൾജേഴ്സിന്റെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ 10ാം സ്ഥാനത്ത് കാണാൻ പോകുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഗ്രീൻ ഗോബ്ലിൻ. നോർമൻ ഓസ്ബോണിന്റെ കീഴിലുണ്ടായിരുന്ന ഒബ്സ്കോർ കമ്പനി ആർമി സോൾജേഴ്സിന് വേണ്ടി ഹ്യൂമൻ പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറാകുന്നെങ്കിൽ തന്നെ അവരുടെ കോമ്പറ്റേറ്റർ ആയിട്ടുള്ള ക്വിസ് എയറോസ്പേസ് അയൺമാനെ പോലെ ഒരു എക്സോസ്കെൽറ്റൻ സ്യൂട്ട് ആണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗോബ്ലിൻ സെറം ഹ്യൂമൻസിൽ ടെസ്റ്റ് നടത്തുവാൻ ആർമി സമ്മതിക്കുന്നുമില്ല. തുടർന്ന് സ്വന്തം ശരീരത്തിൽ തന്നെ ടെസ്റ്റ് നടത്തുന്ന നോർമൻ ഓസ്ബോൺ അതിനുശേഷമായി എൻഹാൻസ്ഡ് സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, സ്പീഡ്, സ്റ്റാമിന, അജിലിറ്റി എന്നിവയോടൊപ്പം തന്നെ സൈക്കോളജിക്കലി നെഗറ്റീവായിട്ട് തന്നെ അഫക്ട് ചെയ്യുന്നുമുണ്ട്. ഈ ഒരു ക്യാരക്ടർ ഒരു വില്ലൻ ആണെങ്കിൽ തന്നെയും ഗോബ്ലിൻ സെറത്തിന്റെ ഹെൽപ്പോട് കൂടി സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസ് ലഭിച്ചിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിനെ നമ്മുടെ ഈ ഒരു പട്ടികയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ 9ാം സ്ഥാനത്ത് കാണാൻ പോകുന്ന ക്യാരക്ടർ തന്നെയാണ് മറ്റൊരു സ്പൈഡർമാൻ വില്ലൻ കൂടിയായിട്ടുള്ള ലിസാർഡ്. അമേസിംഗ് സ്പൈഡർമാൻ മൂവീസിൽ കേട്ട് കേർണേഴ്സിനോടൊപ്പം പീറ്ററും ഒന്നിച്ചു ചേർന്ന് തന്നെയാണ് ഈ ഒരു സിറം ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഒരു സിറത്തിന്റെ ഹെൽപ്പോട് കൂടി റെപ്റ്റൈലിയൻ ഫിസിയോളജി നേടിയെടുക്കുന്ന കേട്ട് കോർണേഴ്സ് ഒരു ജയന്റ് ലിസാർഡിനെ പോലെയായി മാറുകയും അതോടൊപ്പം തന്നെ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, സ്പീഡ് എന്നിവയോടൊപ്പം തന്നെ ഒരിക്കൽ തനിക്ക് നശിച്ചുപോയ കൈകൾ വരെ ടെമ്പററി ആയിട്ടാണെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ടും കാണാം. അതുപോലെ തന്നെ റെപ്റ്റോളിയൻ ഫിസിയോളജി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടറിന്റെ ഉള്ളിലുള്ള സൂപ്പർ ഹ്യൂമൻ സെൻസസ് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ ഒരു പവേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഏതൊരാളെയും എവിടുന്ന് വേണമെങ്കിലും ട്രാക്ക് ചെയ്യുവാൻ ലിസാർഡിന് സാധിക്കുന്നത് തന്നെയാണ്. അതുപോലെ ആന്റിഡോട്ട് ഉപയോഗിച്ചുകൊണ്ട് ലിസാർഡിനെ പഴയ ഫോമിലാക്കാമെന്ന് ഇതേ മൂവിയിലും പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന നോവേഹോ മൂവിയിലും കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുമുണ്ട്. നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ 8ാം സ്ഥാനത്ത് കാണാൻ പോകുന്ന ക്യാരക്ടറാണ് എറിച്ച് കില്ലിയൻ. അയൺമാൻ 3യിലെ മെയിൻ വില്ലനായി വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ക്യാരക്ടർ മായ ഹെൻറിസൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എക്സ്ട്രീമസ് വൈറസിനെ ബേസ് ചെയ്ത് തന്നെയാണ് തന്റെ സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസ് എല്ലാം തന്നെ നേടിയെടുത്തിട്ടുള്ളത്. ഈ ഒരു സിറം ഒരാളിൽ ആക്ട് ആകുമ്പോൾ അവരുടെ ജെനറ്റിക്സിനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ എഫക്ട് ചെയ്ത് എക്സോതെർമിക് റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്ത് എക്സ്ട്രീം ആയിട്ടുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പവറും അതുമൂലം യൂസേഴ്സിന് ഹൈ ലെവലിലുള്ള റീജനറേഷൻ എബിലിറ്റിയും ലഭിക്കുന്നതായിട്ടും കാണാം. അതുകൊണ്ട് തന്നെ സിറം ബേസ്ഡ് സൂപ്പർ പവേഴ്സ് ആണ് എന്നതുകൊണ്ട് തന്നെ എറിച്ച് കില്ലിയനെ നമ്മുടെ ഈ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. ഈ ഒരു പട്ടികയിൽ നമ്മൾ 7ാമത് കാണാൻ പോകുന്ന ക്യാരക്ടർ തന്നെയാണ് ഡെഡ് സ്ട്രോക്ക്. സെക്കൻഡ് വേൾഡ് വാറിൽ ജാപ്പനീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സൂപ്പർ സോൾജർ സിറം തന്നെയാണ് മിറാക്കുറു. ഈ ഒരു സൂപ്പർ സോൾജർ സിറത്തിന്റെ ഹെൽപ്പോട് കൂടി പവേഴ്സുകൾ നേടിയെടുക്കുന്ന ഡെഡ് സ്ട്രോക്ക് തനിക്ക് മുമ്പേ കിട്ടിയിട്ടുണ്ടായിരുന്ന ആർമി ട്രെയിനിങ്ങുകൾ എൻഹാൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള സൂപ്പർ ഹ്യൂമൻ അജിലിറ്റി, റിഫ്ലെക്സിബിലിറ്റി, സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് എന്നിവയെ നേടിയെടുക്കുന്നു. ഈ ഒരു സിറത്തിന്റെ യൂസേജ് മൂലം ഡെഡ് സ്ട്രോക്ക് എന്ന ക്യാരക്ടറിന്റെ ഇന്റലിജൻസും വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഡെഡ് സ്ട്രോക്കിന്റെ ഫൈറ്റിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഫോട്ടോ റിഫ്ലക്റ്റിംഗ് മെമ്മറി. അതുകൊണ്ട് തന്നെ സിറം ബേസ്ഡ് സൂപ്പർ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ആഡ് ചെയ്യാവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഡെഡ് സ്ട്രോക്ക്. നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ 6ാമത് കാണാൻ പോകുന്നത് ആക്ച്വലി 2 ക്യാരക്ടേഴ്സ് ആണ്. ഒന്ന് വിന്റർ സോൾജറും മറ്റൊന്ന് റെഡ് ഗാർഡിയനും. ആക്ച്വലി ക്യാപ്റ്റൻ അമേരിക്കയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്ന സൂപ്പർ സോൾജർ സിറത്തിന്റെ 2 വേരിയേഷൻ തന്നെയാണ് വിന്റർ സോൾജറും റെഡ് ഗാർഡിയനും എന്ന് പറയപ്പെടുന്നത്. ആക്ച്വലി ഇവർ മാത്രമല്ല ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് 6ാം സ്ഥാനത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒട്ടനേകം ക്യാരക്ടേഴ്സ് ഉണ്ട്. ഫാൾക്കൺ വിന്റർ സോൾജർ വന്നിട്ടുണ്ടായിരുന്ന സൂപ്പർ സോൾജർ സിറം മൂലം ഇൻക്രീസ്ഡ് പവർ ലഭിച്ചിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താം. ഈവൻ US ഏജന്റ് പോലും സൂപ്പർ സോൾജർ സിറം ഇഞ്ചക്ട് ചെയ്തത് മൂലം ഒരു സൂപ്പർ എൻഹാൻസ്ഡ് ക്യാരക്ടറായി മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഇവരിൽ നിന്നുമെല്ലാം ഈ 2 ക്യാരക്ടേഴ്സിനെ വ്യത്യസ്തമാക്കുന്നത് ഒരു തരത്തിൽ ഇവർക്ക് MCUയിൽ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുള്ള ഇമ്പാക്ട് തന്നെയാണ്, പ്രത്യേകിച്ച് വിന്റർ സോൾജറിന്. അതായത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നത് ബക്കി പിന്നീട് വില്ലനും ആന്റി ഹീറോയും തനിക്ക് ഓർമ്മയില്ലാത്തപ്പോൾ തനിക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകളെല്ലാം തിരിച്ചറിയുന്ന ഒരു പ്യുവർ ഹീറോയുമായി മാറുന്ന ഒരു ക്യാരക്ടർ ആർക്ക് കൃത്യമായിട്ട് തന്നെ കൊണ്ടുവരുവാൻ വിന്റർ സോൾജറിന് സാധിക്കുമ്പോൾ റെഡ് ഗാർഡിയനിലേക്ക് നോക്കുമ്പോൾ താൻ ഒരിക്കൽ സേവിച്ചിരുന്ന തന്റെ രാജ്യം തന്നെ ഒറ്റിക്കൊടുക്കുകയും ഒടുവിൽ ജയിലിലായി പോയെങ്കിലും തന്റെ മകൾക്ക് വേണ്ടി റെഡ് ഗാർഡിയന്റെ കുപ്പായം വീണ്ടും എടുത്തിടുന്നതായി കാണാം. ഈ ഒരു ക്യാരക്ടറെ ബ്ലാക്ക് വിഡോ എന്ന ഒറ്റ മൂവിയിലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ പ്ലേസ്മെന്റ് തന്നെ റെഡ് ഗാർഡിയന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 ക്യാരക്ടേഴ്സിനെയും കൃത്യമായിട്ട് ഈ ഒരു ലിസ്റ്റിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നതും. സിറം ബേസ്ഡ് സൂപ്പർ പവേഴ്സ് ലഭിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ 5ാമത് കാണാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ് ബ്ലാക്ക് പാന്തർ. ആക്ച്വലി ഹാർട്ട് ഷേപ്ഡ് ഹെർബ് എന്നത് ഒരു നാച്ചുറലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ സോൾജർ സിറം തന്നെയാണ്. എന്നാൽ വക്കാണ്ടയിലെ റോയൽ ഫാമിലിക്ക് മാത്രമേ ഇത് കൺസ്യൂം ചെയ്യാൻ സാധിക്കൂ എന്ന രീതിയിലാണ് കോമിക്സിൽ പറയുന്നത്. മൂവിയിലും റോയൽ ഫാമിലി അല്ലാത്തത് ആരും തന്നെ ഇത് കൺസ്യൂം ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുമില്ല. മേ ബി അത് തന്നെയായിരിക്കാം മൂവിയിലും ഉള്ളത്. ഈ ഒരു ഹാർട്ട് ഷേപ്ഡ് ഹെർബ് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് തന്നെ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, സ്പീഡ്, സ്റ്റാമിന, അജിലിറ്റി, ഡ്യൂറബിലിറ്റി എന്നിവയോടൊപ്പം തന്നെ പ്രീവിയസ് ആയിട്ട് ബ്ലാക്ക് പാന്തറിൽ ഉണ്ടായിരുന്ന തന്റെ ആൻസിസ്റ്റേഴ്സോട് ഡയറക്റ്റ് ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും അവർക്കുണ്ടായിരുന്ന മെമ്മറീസും സ്കിൽസും കറന്റ് ബ്ലാക്ക് പാന്തറിന് ലഭിക്കുന്ന രീതിയിലും കാണിക്കുന്നതാണ്. കിൽമോങ്കർ ഈ ഒരു ഹാർട്ട് ഷേപ്ഡ് ഹെർബ് എല്ലാം നശിപ്പിച്ചതിന് ശേഷം ഷൂരി വീണ്ടും സിന്തറ്റിക്കലി ഹാർട്ട് ഷേപ്ഡ് ഹെർബിനെ ക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സിറം ബേസ്ഡ് ക്യാരക്ടേഴ്സിന്റെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ ബ്ലാക്ക് പാന്തറിനെ ആഡ് ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു പട്ടികയിൽ 4ാം സ്ഥാനത്ത് നമ്മൾ കാണാൻ പോകുന്ന ക്യാരക്ടർ തന്നെയാണ് ഗോഡ് സ്പീഡ്.
CWയിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്ലാഷ് സീരീസിലൂടെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന ഗോഡ് സ്പീഡ് എന്ന ക്യാരക്ടർ പ്രധാനമായിട്ടും വെലോസിറ്റി എക്സ് എന്ന സിറം യൂസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിന്റെ പവർ ഒരു പരിധി വരെ ആംപ്ലിഫൈ ചെയ്യുന്നതായി കാണിച്ചിട്ടുള്ളത്. ഗോഡ് സ്പീഡിനോടൊപ്പം തന്നെ മറ്റൊരുപാട് ക്യാരക്ടേഴ്സും വെലോസിറ്റി എക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഗോഡ് സ്പീഡ് തന്നെയാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലിസ്റ്റിൽ ഗോഡ് സ്പീഡിനെ ആഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പല വേർഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ള വെലോസിറ്റി എക്സ് ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധി വരെ ഫ്ലാഷിനെ വരെ ഓവർ പവർ ചെയ്യുവാൻ ഗോഡ് സ്പീഡിന് സാധിക്കുന്നുമുണ്ട്. എന്തിനേറെ പറയുന്നു, ഒടുവിൽ തന്റെ ആർച്ച് എനിമി ആയിട്ടുള്ള റിവേഴ്സ് ഫ്ലാഷുമായി ചേർന്നുകൊണ്ട് തന്നെയാണ് ഗോഡ് സ്പീഡിനെ ഡിഫീറ്റ് ചെയ്യുവാനായി ബേരി ആലൻ തീരുമാനിക്കുന്നത്. ആക്ച്വലി വെലോസിറ്റി എക്സ് എന്നത് ഇതിന്റെ 10ാമത്തെ വേർഷന് പറയുന്ന പേരാണ്. ഇതിനു മുമ്പേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സിറത്തിന്റെ 9 വേർഷൻസും അൺസ്റ്റേബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ലിമിറ്റഡ് ടൈമിൽ മാത്രമായിരുന്നു പവർ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ വെലോസിറ്റി എക്സ് എന്ന ഈ ഒരു 10ാമത്തെ വേർഷൻ എന്നത് വളരെയധികം ഡേഞ്ചറസും അതോടൊപ്പം തന്നെ സ്പീഡ് ഫോഴ്സിനെ പൂർണ്ണമായും തന്നിലേക്ക് തന്നെ ആക്കുന്ന രീതിയിലുമാണ് കാണിച്ചിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറം മൂലം സൂപ്പർ ഓവർ പവർഡ് ആയിട്ടുള്ള ഗോഡ് സ്പീഡിനെ നമ്മുടെ ഈ ഒരു പട്ടികയിൽ ആഡ് ചെയ്യാം. നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ 3ാം സ്ഥാനത്ത് കാണാൻ പോകുന്ന സിറം ബേസ്ഡ് സൂപ്പർ സോൾജർ തന്നെയാണ് ഡെഡ്പൂൾ. ഡെഡ്പൂൾ ഒരു മ്യൂട്ടന്റ് ആണെങ്കിൽ തന്നെയും ഒരു പ്യുവർലി മ്യൂട്ടന്റ് അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. തന്റെ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടുവാനായി മ്യൂട്ടന്റ് ഗ്രോത്ത് ഹോർമോണിന്റെ ഹെൽപ്പോട് കൂടി ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു തരത്തിലൊരു സൂപ്പർ സോൾജർ എന്ന് തന്നെ നമുക്ക് ഡെഡ്പൂളിനെ വിശേഷിപ്പിക്കാം. നോർമൽ മ്യൂട്ടന്റ് ആയിരിക്കുന്ന സൂപ്പർ ഹീറോസിന്റെ തന്റെ പവറിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു മ്യൂട്ടന്റ് ഗ്രോത്ത് ഹോർമോൺ യൂസ് ചെയ്യുന്നുമുണ്ട്. ഒരു നോർമൽ ഹ്യൂമന്റെ ഉള്ളിലുള്ള മ്യൂട്ടന്റ് ജീനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനായിട്ടാണ് മെയിൻലി ഈ ഒരു സിറം യൂസ് ചെയ്യുന്നത്. അതിനായി തങ്ങളുടെ ഇൻഡിവിജ്വൽസിനെ കഠിനമായ ടോർച്ചർ നൽകിക്കൊണ്ട് എക്സ്ട്രീം സ്ട്രെസ്സിൽ കൊണ്ടുവരികയും അതുമൂലം DNA അടങ്ങിയിട്ടുള്ള മ്യൂട്ടന്റ് ജീനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ച് ഡെഡ്പൂളിനെ പോലെ ഒട്ടനേകം സൂപ്പർ ഹീറോസിനെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ക്യാരക്ടർ ഡെഡ്പൂൾ ആണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ ഡെഡ്പൂളിനെ ആഡ് ചെയ്തിരിക്കുന്നത്. സിറം മൂലം സൂപ്പർ പവേഴ്സുകൾ നേരിട്ടുള്ള പവർഫുൾ ക്യാരക്ടേഴ്സിന്റെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ 2ാം സ്ഥാനത്ത് കാണാൻ പോകുന്നത് ഹോംലാൻഡറും മാത്രമല്ല ബോയ്സ് യൂണിവേഴ്സിലുള്ള ബാക്കിയുള്ള എല്ലാ തരം സൂപ്പർ ഹീറോസും വില്ലന്മാരും. യഥാർത്ഥത്തിൽ ഈ ഒരു ബോയ്സ് യൂണിവേഴ്സിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും തങ്ങളുടെ സൂപ്പർ പവേഴ്സ് ലഭിക്കുന്നത് കോമ്പൗണ്ട് വി എന്ന സൂപ്പർ സോൾജർ സിറം മൂലമാണ്. ഓരോരുത്തരുടെ ഉള്ളിലുള്ള ജെനറ്റിക്സ് ഉപയോഗിച്ച് അവർക്കുള്ളിലുള്ള പവേഴ്സുകൾ വ്യതിയാനം സംഭവിക്കുന്നു എന്ന് മാത്രം. ഒരേ സമയം ഹോംലാൻഡർ, സോൾജർ ബോയ്, എട്രെയിൻ തുടങ്ങിയിട്ടുള്ള പവർഫുൾ ക്യാരക്ടേഴ്സിനോടൊപ്പം തന്നെ ഒട്ടും തന്നെ പവർ ഇല്ലാത്ത, ഒട്ടും തന്നെ പവറിനെ യൂസ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള പവേഴ്സ് ഉള്ള ക്യാരക്ടേഴ്സും ബോയ്സ് യൂണിവേഴ്സിൽ അവൈലബിൾ ആണ്. എന്തായാലും ഹോംലാൻഡർ തുടങ്ങിയിട്ടുള്ള പല ക്യാരക്ടേഴ്സിനും ഈ ഒരു സിറം മൂലം പവേഴ്സ് ലഭിക്കുന്നതുകൊണ്ട് വരെ നമ്മുടെ ഈ ലിസ്റ്റിൽ ഹോംലാൻഡറിനെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ഈ ഒരു പട്ടികയിൽ നമ്മൾ 1ാം സ്ഥാനത്ത് കാണാൻ പോകുന്ന ക്യാരക്ടർ നിങ്ങൾ എല്ലാവരും തന്നെ ഗസ് ചെയ്തിട്ടുണ്ടാകും. ഒരു സൂപ്പർ സോൾജർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരേ ഒരു മുഖം, സ്റ്റീവ് റോജേഴ്സ് AKA ക്യാപ്റ്റൻ അമേരിക്ക. MCUയിലാണെങ്കിലും കോമിക്സിലാണെങ്കിലും ക്യാപ്റ്റൻ അമേരിക്ക എന്നൊരു ക്യാരക്ടർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. വളരെയധികം വീക്ക് ആയിട്ടുണ്ടായിരുന്ന സ്റ്റീവ് റോജേഴ്സിനെ ഇത്ര അധികം പവർഫുൾ ആക്കി മാറ്റുന്നത് ഡോക്ടർ എബ്രഹാം റിസ്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇതേ സൂപ്പർ സോൾജർ സിറം തന്നെയാണ്. ആക്ച്വലി ഈ ഒരു സിറം 1941 റെഡ് സ്കളിന് വേണ്ടി ഈ ഒരു ക്യാരക്ടർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിന്റെ സൈഡ് എഫക്ട് മൂലം ആ ഒരു ക്യാരക്ടറിന്റെ ഫേസ് തന്നെ വികൃതമാവുകയും പിന്നീട് സൈഡ് എഫക്ട് ഇല്ലാതെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു വേർഷൻ തന്നെയാണ് ക്യാപ്റ്റൻ അമേരിക്ക അഥവാ സ്റ്റീവ് റോജേഴ്സിന്റെ ഉള്ളിൽ കയറ്റിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിറത്തിന്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന എല്ലാ മൂവീസിലൂടെയും കാണുവാൻ സാധിക്കുന്നുമുണ്ട്. ഈവൻ ഈ ഒരു സിറത്തിന്റെ പല വേർഷൻസ് തന്നെയാണ് വിന്റർ സോൾജറിലും റെഡ് ഗാർഡിയനിലും US ഏജന്റ് തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം മാർവൽ ക്യാരക്ടേഴ്സിലും നമുക്ക് കാണുവാൻ സാധിക്കുക. ഈവൻ ഹൾക്കിന്റെ ക്രിയേഷന് മൂലം ഒരു പരിധി വരെ കാരണമായിരിക്കുന്നത് ഇതേ സൂപ്പർ സോൾജർ സിറം തന്നെയാണ്. എന്നിരുന്നാലും അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ലിസ്റ്റിൽ 1ാം സ്ഥാനം സൂപ്പർ സോൾജർ സിറത്തിന് തന്നെ നമുക്ക് കൊടുക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. അടുത്തതായി ഞാൻ ഏതൊരു കണ്ടന്റ് ആണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യാവുന്നതാണ്. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.